പരിശുദ്ധ സൂറത്ത് മറിയമിന്റെ 65-ാമത്തെ വാക്യത്തിൽ റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു, പടച്ച റബ്ബ് എല്ലാം സൃഷ്ടിച്ചവൻ, അവനെ നിങ്ങൾ ആരാധിക്കുക. വസ്തബിർ ലിഇബാദതിഹി, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ക്ഷമ കാണിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, തഹജ്ജുദിനൊക്കെ ഒന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പത്ത് ഇത്തിരി വൈകിയൊക്കെ ഉറങ്ങിയതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിഷമമുണ്ടാകും. ആ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടോ? വസ്തബിർ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി താങ്കൾ ക്ഷമ കാണിക്കുക. ജമാഅത്ത് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അർജന്റായ സമയത്ത് വരുമ്പോൾ ഇത്തിരി പണി തന്നെ ആയിരിക്കും. നല്ല അർജന്റ് ഉണ്ട്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ കഴിഞ്ഞ ഉസ്താദിന്റെ ദുആയിൽ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി വിഷമം ഉണ്ടാകും. ശേഷം സുന്നത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാലോ കുറച്ചുകൂടെ വിഷമം ഉണ്ടാകും. പക്ഷേ ഇബാദത്തിന് വേണ്ടി ക്ഷമ കാണിക്കണം. ഒരു കാര്യത്തിൽ മാത്രമൊന്നുമല്ല, ഖുർആൻ ഓതി തീർക്കാൻ സത്യം പറഞ്ഞാൽ ഒരു ജുസ് ഓതെങ്കിൽ ഒരു 25 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. ആ 25 മിനിറ്റ് അതിനു വേണ്ടി തന്നെ ഇരുന്ന് അത് പാരായണം ചെയ്യുക എന്നുള്ളത് വലിയ സത്കർമ്മമാണ്. ഏത് ഇബാദത്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഉണ്ടാക്കിയ കാശിൽ നിന്ന് നന്ന ചുരുങ്ങിയത് 2.5%. ഒരു 2.5% എന്നൊന്നും മനസ്സിലാക്കരുത്. സക്കാത്തിന്റെ വിവിധങ്ങളായ രീതികളുണ്ട്, എല്ലാം കൂടി വിശദീകരിക്കുന്ന ക്ലാസ് അല്ലല്ലോ ഇത്. അതുകൊണ്ട് ചുരുങ്ങിയത് 2.5% കൊടുക്കണം എന്ന് പറയുമ്പോൾ അതെടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി വിഷമം ഉണ്ടാകും. പക്ഷെ ക്ഷമ കാണിക്കണം, കൊടുത്തിരിക്കണം.